അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ? പരീക്ഷയിൽ കിട്ടുന്ന ഉയർന്ന മാർക്കാണോ? അതല്ലെങ്കിൽ സമ്മാനങ്ങളാണോ? അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തോ ആണോ? ഇവയെല്ലാം തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ സന്തോഷം എന്നത് വലിയ വലിയ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അല്ല എന്നതാണ് സത്യം. സന്തോഷത്തിന് നമ്മൾ ഇതുവരെ കാണാത്ത എന്നാൽ അതിലേറെ മനോഹരമായ ചില വഴികളുണ്ട് അല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവോ അതിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ഉത്ഭവിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സമയം, ഒരു ചെറിയ തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു സഹായം, ഇതൊക്കെ മറ്റൊരാൾക്ക് വലിയ ആശ്വാസമാകുമ്പോൾ ആ നിമിഷം നമുക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിക്ക് പകരമായി മറ്റൊന്നുമില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവനോടൊപ്പം ഇരിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത്, അവന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്നും കുറച്ചു പണം നൽകി നിങ്ങൾ അവരെ സഹായിക്കുന്നത്, ഇതൊക്കെ വലിയ വലിയ വിജയങ്ങളെക്കാൾ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ കൂട്ടുകാരൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തോറ്റുകൊടുക്കുന്നതിൽ പോലും വലിയൊരു വിജയമുണ്ട്. ഒരു കളിയിലോ തർക്കത്തിലോ നമ്മൾ ജയിച്ചതുകൊണ്ട് മാത്രം വലിയ കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ ചെറിയൊരു വിട്ടുവീഴ്ചയിലൂടെ ഒരു കൂട്ടുകാരൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി കണ്ടാൽ അത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞാൻ ജയിച്ചു എന്നതിനേക്കാൾ നമുക്ക് സന്തോഷമായി എന്ന ചിന്തയാണ് യഥാർത്ഥ സൗഹൃദത്തെ വളർത്തുന്നത്. ത്യാഗം എന്നാൽ നഷ്ടപ്പെടലല്ല, മറിച്ച് പങ്കുവെക്കലാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനും അവരുടെ തളർച്ചയിൽ താങ്ങായി നിൽക്കാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാണ്. പണവും പ്രശസ്തിയും പദവിയും താൽക്കാലികമാണ്. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾ കാലങ്ങൾക്കിപ്പുറവും മധുരവുമുള്ള ഓർമ്മകളായി നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് കൂട്ടുകാരെ, വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് പുറകെ പായുന്നതിനിടയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ, മഴവില്ല് കാണുമ്പോൾ, ഏറ്റവും ഉപരിയായി ഒരു കൂട്ടുകാരൻ്റെ വേദനയിൽ പങ്കുചേരുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും താങ്ങായി നിന്ന് സന്തോഷം പങ്കുവെച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം സ്നേഹവും കരുതലും പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകുന്നു എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ന് ചെറിയൊരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.